കൃഷ്ണ, അങ്ങ് നീലക്കാർ വർണ്ണനായത് എങ്ങനെയെന്ന് കുട്ടികൾ എന്നോട് ചോദിച്ചു. അതിനുത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഓടക്കുഴലൂതിയും കാലിമേച്ച് നടക്കുന്ന എന്നെ അറിയുന്നവരുണ്ടെങ്കിലും അറിയേണ്ട പോലെ അറിയുന്നവരില്ല. വരാനിരിക്കുന്ന കലിയുഗത്തിന് വഴിയൊരുക്കേണ്ടവൻ അങ്ങാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ എന്താണ് അവിടുത്തെ വാക്കുകളിൽ ശോകം കലർന്നിരിക്കുന്നത്? അത് ധർമ്മസങ്കടമാണ്. യാദവകുലം ശൂദ്രകുലമാണ്. അറിവില്ലാത്ത ശൂദ്രകുലത്തിൽ നിന്ന് വേണം ഇനി അറിവുള്ള പുതിയ തലമുറ ഉണ്ടായി വരാൻ. അതിന് പോംവഴിയായി നാം കാണുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അറിവും സ്നേഹവും ആദരവുമുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ദൈവതുല്യം സ്നേഹിക്കും. അവർക്ക് ധർമ്മബോധമുള്ള സന്താനങ്ങൾ പിറക്കും. നമ്മുടെ ശിഷ്യകളായ 16,008 കുലസ്ത്രീകൾക്കും ഈ അറിവ് നാം പകർന്നു കൊടുക്കും. കൂട്ടരെ, കൃഷ്ണൻ പറഞ്ഞത് കേട്ടില്ലേ? കുലസ്ത്രീകൾ ഉണ്ടാവാൻ പോകുന്നുവെന്ന്. നാം അത് അനുവദിച്ചുകൂടാ. 16,008 സ്ത്രീകളെ കുറിച്ചും നമുക്ക് അപവാദം പരത്തണം. അവരെല്ലാം ദുർവൃത്തകളാണെന്നും കള്ളകൃഷ്ണന്റെ ഭാര്യമാരാണെന്നും കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കണം. പിന്നെ ആ രാധ, അവൾ കൃഷ്ണന്റെ പോറ്റമ്മയാണെങ്കിലും അവളും അവന്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞു പരത്തണം. വരുംകാല പ്രണയ സങ്കല്പങ്ങളിൽ രാധ കൃഷ്ണന്റെ കാമുകിയായി തീരണം. കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും നീലക്കാർ വർണ്ണ കണി കാണാം. നിർത്ത്. ശീലക്കേട് കാണിക്കുന്ന കൃഷ്ണനെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റാതെ മക്കളെ. എന്താടി നിർത്തിയത്? പിള്ളാരെ കൊണ്ട് ഈ പോഴത്തം ചൊല്ലിക്കാതടി. നീ ആ പള്ളിക്കൂടം പറമ്പിൽ പോയി ആ നാടകം ഒന്ന് കാണ്. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! പിള്ളേരെ കൊണ്ട് നാമജപം നിർത്തിച്ചിട്ടാണോ നാടകവും മണ്ണാങ്കട്ടയും കാണുന്നത്? ദൈവദോഷം വരാൻ ഇതിനപ്പുറം വല്ലതും വേണോ? ഇടി പിള്ളേരെ നാമജപിക്കടി. ഗീതോപദേശത്തിലൂടെ ലോകോപദേശം നൽകിയ ശ്രീകൃഷ്ണ ഭഗവാന് സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്നു പോലും. എന്തൊരു വിഡിത്തമാ! ഇപ്പോഴീ നാടകക്കാരെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞല്ലോ. കൃഷ്ണ ഭഗവാനെ, ഒന്ന് നേരെ നിക്കേ. താങ്ക് യു. ഇറക്കട്ടെ. ഈ മുടി നേരിട്ടെ. അടുത്തിരുന്നേ. അടുത്തന്നെ. സ്മൈൽ പ്ലീസ്. ഏതായാലും നിങ്ങൾ ഈ നാടകം കാണാൻ വന്നത് നന്നായി. ഇനിയിപ്പോ കോളേജിൽ പെൺപിള്ളേരോട് സംസാരിച്ചിരിക്കുന്ന ആൺകുട്ടികളെ കൃഷ്ണ എന്ന് വിളിക്കുന്ന രീതിയെങ്കിലും നിങ്ങൾക്ക് മാറ്റാം. അത് ഞങ്ങള് മാറ്റൂല. ഞങ്ങക്ക് കൃഷ്ണനെ ഇവിടെ പഞ്ചാര കുട്ടനായിട്ട് കാണുന്നത് തന്നെ ഇഷ്ടം. പൊന്നു കൃഷ്ണ, ഇന്നത്തെ കാലത്ത് ഉപദേശം നന്നാക്കാൻ നാടകത്തിലെ കൃഷ്ണൻ നല്ല സാക്ഷാൽ കൃഷ്ണന് പോലും സാധിക്കില്ല. ഇല്ലെങ്കിൽ കൃഷ്ണൻ MTV സ്റ്റൈലില് പിള്ളേരുടെ കൂടെ ഡാൻസും ചെയ്ത് പാട്ടും പാടി അവരെ കയ്യിലെടുക്കണം. അതിനൊന്നും സാക്ഷാൽ കൃഷ്ണന് സമയം കിട്ടില്ലെന്നേ, അല്ലേ? പിന്നെ ലോകം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും കൃഷ്ണ. അതിനൊത്ത് ഞങ്ങളും. ഇതാ ഞങ്ങളുടെ ഫിലോസഫി. സിമ്പിൾ. താങ്ക് യു. ഒന്ന് നിൽക്ക്. അത്ര സിമ്പിളായിട്ടങ്ങ് പോവാതെ. പെണ്ണിന്റെ മാറ് മറയ്ക്കാനും മനുഷ്യന് റോഡിലൂടെ നടക്കാനും ഇന്നലെ വരെ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ നേടിത്തന്ന ചില മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. അവരനുഭവിച്ച ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വേദന നിങ്ങൾക്കറിയാമോ? എന്നിട്ടിപ്പോ ഉടുതുണിയുരുന്ന കേബിൾ സംസ്കാരം മതിയെന്നായി അല്ലേ? അവർക്ക് വേണ്ടി പൂരപ്പാട്ട് പാടുന്ന നിന്റെയൊക്കെ പിലോച്ചപ്പയുണ്ടല്ലോ. ഇറ്റ് നീഡ്സ് എ ഡിഫറെന്റ് ഡൈമെൻഷൻ. യുവർ ഐസ് ആർ റിയലി ബ്ലൈൻഡ് ടു ഇറ്റ്. യുവമാര് നാടകം കളിച്ച് നമ്മുടെ പെൺപിള്ളേരെ വഴിതെറ്റിക്കും മാഷേ. വല്ല പെൺവാണിഭ സംഘമായിരിക്കും ഇത്. അങ്ങനെ പറയാൻ വരട്ടെ. അവര് പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. ചുട്ട അടിയാ ഇതിന് മരുന്ന്. 5000 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചറിഞ്ഞ കൃഷ്ണന്റെ ചരിത്രം ഒറ്റ നാടകം കൊണ്ട് മാറ്റിമറിക്കാൻ ഈ എംബോക്കികൾ ആരാ മാഷേ? അല്ല പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കയറി വന്ന് നമ്മുടെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറയുന്നത് അമ്മയാണെങ്കിലോ? നിങ്ങൾ നിൽക്ക്, ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വം. ശ്രീകൃഷ്ണനെ പറ്റി സ്വാമി വിവേകാനന്ദൻ പഠിച്ചെഴുതിയിട്ടുണ്ട്. ഇതിൽ അവർണനായ കൃഷ്ണനെ അന്നത്തെ ബ്രാഹ്മണർ അവഹേളിച്ച കഥയുണ്ട്. ഇതിൽ ഭഗവാനെ, ഞങ്ങൾ വിശന്നു വലയുന്നത് അങ്ങ് അറിയുന്നില്ലേ? ഈ കാനനത്തിൽ ആഹാരം തേടിപ്പോകേണ്ട വഴി ഏതെന്ന് പോലും അറിയാതെ ഞങ്ങൾ തളരുന്നത് അവിടുന്ന് അറിയുന്നില്ലേ? അങ്ങെന്താണ് ഒന്നും മിണ്ടാത്തത്? ഇവിടെ നിന്ന് തെക്ക് കിഴക്ക് ദിശയിൽ ഒരു ദേശമുണ്ട്. അവിടെ ഒരു യാഗം നടക്കുന്നതായി നാം മനസ്സിലാക്കുന്നു.
യജമാനായ വിപ്രനും പത്നിമാരുമുണ്ട് അവിടെ. അവിടെ ചെന്ന് യാഗത്തിനുള്ള ദ്രവ്യം എന്തെങ്കിലും വാങ്ങി വന്നാൽ നമുക്ക് വിശപ്പടക്കാം. വേഷം കണ്ടിട്ട് ഇടയ ചെറുക്കന്മാരാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് ഈ യജ്ഞകവാടത്തിൽ എന്ത് കാര്യം? ഞങ്ങൾ ഗോപാലനായ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദൂതന്മാരാണ്. ഞങ്ങൾ കാലിമേച്ച് കാട് കയറിപ്പോയി. നാടറിയാതെ വന്നു. ആഹാരമൊക്കെ തീർന്നുപോയി. വിശന്നു വലഞ്ഞിരിക്കുന്ന ഭഗവാനും തോഴർക്കും ഭക്ഷണം എന്തെങ്കിലും തന്നയക്കാൻ ദയവുണ്ടാകണം. എന്താ നിന്റെ പരമാത്മാവായ കൃഷ്ണനും അന്നത്തിന് മുട്ടിയെന്നോ? അത് കൊള്ളാം. യാദവ കുലത്തിൽ പിറന്ന അധകൃതൻ ദൈവമാണ് പോലും. കുലമഹിമ അറിയാതെ യാഗശാലയിൽ വന്നത് തന്നെ തെറ്റ്. കടന്നു പൊയ്ക്കോ. ഇത് ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ യാഗമാണ്. ഹവിസ് അശുദ്ധമായാൽ ദേവന്മാർ പൊറുക്കില്ല. ജീവിച്ചിരുന്നപ്പോൾ അവർണനാണെന്ന് പറഞ്ഞ് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ ഐത്തം കൽപ്പിച്ചത് കണ്ടോ? ഇന്ന് അതേ കൃഷ്ണനെ അമ്പലത്തിലടച്ച് നിവേദ്യം നടത്താൻ പറയുന്നു. ആ കള്ളത്തരത്തിൽ കൂട്ടുനിൽക്കരുത്. എന്നിട്ട് കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണത്രേ. താനൊന്നും മിണ്ടായിരിക്കും, ഞങ്ങൾക്ക് നാടാൻ കാണണം. യാന്തി ദേവവ്രതാദേവാൻ പിതൃയാന്തി പിതൃവ്രത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യാജിനോപിമാം. ദേവനെ ആരാധിക്കുന്നവൻ ദേവനിലും, പിതൃവിനെ ആരാധിക്കുന്നവൻ പിതൃവിലും, ഭൂതപ്രേതാദികളെ ആരാധിക്കുന്നവൻ അതിലും ചെന്ന് ചേരും. അതിനെയൊക്കെ വിട്ട് എന്നെ ആരാധിച്ചാൽ നിങ്ങൾ എന്നിൽ വന്നു ചേരും എന്ന് പറഞ്ഞവൻ ആരാ? ആരാ? കൃഷ്ണൻ. എടോ, അപ്പൊ കൃഷ്ണൻ എങ്ങനെയാ വിഷ്ണുവിന്റെ അവതാരമാകുന്നത്? കൃഷ്ണൻ വിഷ്ണുവിനേക്കാൾ എത്രയോ മുകളിലാണ്. ദേവന്റെ മൂർത്തിയുടെ ജിന്നിന്റെ പദവികളിൽ അപ്പുറത്തായി ഉയർന്നുജ്വലിച്ചിടുന്ന പരമപദമുലകിലിതു ദുർലഭം നിസ്തുലം. ഗുരുപദമതെന്നുള്ള സത്യം ഗ്രഹിച്ചവർ, ഗുരുമഹിമയനുഭവമിതറിയുന്ന ഭക്തരിൽ ദൈവകാരുണ്യമുണ്ടാമെന്നു കണ്ടവർ തവ മൃദുല പദ തളിരിലാർത്തരായി ഭക്തിയിൽ വീണു നമസ്കരിച്ചിടുന്നു ദൈവമേ. ദേവസങ്കല്പത്തിനപ്പുറത്തൊരു സത്യമുണ്ടെന്നും ആ സത്യത്തിലേക്ക് ലോകത്തെ നയിക്കണമെന്നും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ.